2015 പറഞ്ഞത് 2025 പറക്കുന്ന കാറും പറക്കുന്ന ബൈക്കും ഉണ്ടാവുന്നതാണ്. എന്നിട്ട് ഉണ്ടായത് എന്താന്ന്? എന്തുകൊണ്ട് ബസ് കണ്ടക്ടർമാർ, ഡ്രൈവർമാർ ഇവർക്കെല്ലാം ഒന്നിലധികം റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നു? ഇതെന്ത് പറയും? ഈ ഒരു സൈക്കോളജി ഉപയോഗിച്ച് നിങ്ങൾക്കും ലൈൻ സെറ്റ് ആയിക്കൂടെ? എന്താ അടിപൊളിയായിട്ട് ക്യാമറ ഓൺ ആക്കി വെച്ച് പൊട്ടത്തരം വിളിച്ച് പറയുന്നത്? എന്തെങ്കിലും ഉപയോഗമില്ല കാര്യത്തിനെ കുറിച്ച് പറയാടാ. ഇതെല്ലാം അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തിനാണ്? ഇവിടെയാണ് പേടി, ഭയം, ചങ്കൂറ്റം, തൊലിക്കട്ടി എന്നിവയുടെ പ്രാധാന്യം വരുന്നത്. ബസ്സിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ അതിനെ ചങ്കൂറ്റത്തോടെ നേരിടുന്ന കണ്ടക്ടറെ നോക്കി നിൽക്കുന്ന സ്ത്രീകളാണ് ഭൂരിഭാഗവും. അതിന് ഞങ്ങളൊന്നും ബസ് കണ്ടക്ടർമാരും ഡ്രൈവറൊന്നും അല്ലല്ലോ. ഇതെന്ത് പൊട്ടത്തരം? ഇനിയിപ്പൊ പെണ്ണ് കിട്ടാത്ത ആണുങ്ങൾ നിന്റെ വാക്കും കേട്ടുപോയി ഡ്രൈവറും കണ്ടക്ടറും ആവണം. വേണമെങ്കിൽ ആ ഗ്യാപ്പിന് ലൈൻ സെറ്റ് ആക്കാം. എന്ത് അടിപൊളിയായിട്ടാ കൈയെല്ലാം ആക്ഷൻ കാണിച്ചും പൊട്ടത്തരം പറയുന്നത്. കൈ ഇങ്ങനെ ആട്ടി ആട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവണമെന്നില്ല. പറയുന്ന കാര്യങ്ങൾ മൊത്തം പൊട്ടത്തരാണ്. ഇവന്റെ തലയിൽ എന്തോ പെണ്ണ് കിട്ടാത്ത ഭൂതം എന്തോ കയറിയതാണ്. അല്ലാണ്ട് എന്ത് കഴിവേറിത്തരാ പറയുന്നത്? എന്തുകൊണ്ടാണ് ബസ് കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും പെട്ടെന്ന് പെണ്ണ് സെറ്റാവുന്നത് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ? കുണ്ടനായ ചങ്കിന് പെണ്ണ് കിട്ടാണ്ട് വരുമ്പോ അവസാന തടവ്.